എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആൽഫ്രെഡോ പാസ്തയാണ്. വളരെ റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഓർഡർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. എടുത്തു പറയുന്നത് പാർമേസൻ ചീസാണ് ഉപയോഗിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്ത് പൊടി പൊടിയായിട്ടുള്ളതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു പാനിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒരു 1/4 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുന്നത്. പാസ്ത നല്ലോണം വേവിക്കുന്നതാണ് എനിക്കിഷ്ടം. നല്ല സോഫ്റ്റായിട്ട് വേവിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പാസ്ത വെന്തോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. പാസ്ത നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വാർക്കണം. എന്നിട്ട് ഈ പാസ്ത നമുക്ക് മാറ്റി വയ്ക്കാം. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി പാസ്ത നമുക്ക് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ പീസസ് കുരുമുളകും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ലോണം സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലോണം ഇവിടെ ചിക്കൻ സ്റ്റിർ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ ബ്രൊക്കോളി നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൊക്കോളി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ബ്രൊക്കോളി നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ഇത് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വേവിച്ചിട്ടില്ല. വളരെ ക്രഞ്ചി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ബട്ടർ ചൂടാക്കി ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റി പച്ചമണം മാറണം. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്മിലിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഓർഗാനോയും ബേസിലിൻ്റെ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്മിൽ തന്നെ ഇടണം. ഒരു 2 മിനിറ്റ് നമുക്കിത് സിമ്മിൽ വേവിക്കണം. ഇനി നമുക്ക് പാർമേസൻ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ പൊടി പൊടിയായിട്ടുള്ള ചീസാണ്. ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഈ സമയം ഞാൻ ചിക്കനും ബ്രൊക്കോളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇത് വേവിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലും കൂടുതൽ റിച്ച് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സോസ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെ ഞങ്ങൾക്ക് വളരെ ഹെവി ആയിട്ട് തോന്നി. അടിപൊളി പാസ്തയാണ് ആൽഫ്രെഡോ പാസ്ത. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.